ഹലോ ഗൈസ്, നമ്മൾ അംശ അണ്ണൻ ഒന്ന് മാസാകാൻ നോക്കിയതാ, പക്ഷെ അടിച്ച് അങ്ങ് ഭിത്തി കയറ്റി. അംശം ഉണ്ടോ കണ്ടോക്കെ? കമ്മ്യൂണിസ്റ്റുകാരെ എന്ന് എതിർത്തുള്ളതാണ് സാർ. 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തെ എതിർത്തവരാണ് ഇവര്. എതിർക്കുന്നവർ ആ നിലപാട് ഇപ്പോൾ രാജ്യത്തിന്റെ മൂലയിൽ മാത്രം ഒതുങ്ങുമ്പോഴും ആ നിലപാട് മാറുന്നില്ലെങ്കിൽ നാളെ ഇവരെ തൂത്തുകൂട്ടി വലിച്ചെറിയും. ബഹുമാനപ്പെട്ട കഴക്കൂട്ടം അംഗം ഞങ്ങളുടെ പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കുകൊണ്ടില്ല എന്നുള്ള പരാമർശം നടത്തുകയുണ്ടായി സാർ. ഞാൻ അതിന്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. ഞങ്ങളുടെ പങ്കെന്ത്, അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന്റെ പങ്കെന്തെന്നൊക്കെ നാടിനറിയാം. 1913 നവംബർ 14 അന്തമാന്റെ ജയിലിൽ വെച്ച് കണ്ണീര് കൊണ്ട് എഴുതിയൊരു കത്തുണ്ട്. അതിൽ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നിന്ന് മാറി നിന്ന് ബ്രിട്ടീഷുകാരോട് സഹകരിക്കാനാണ് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന്റെ നേതാവ് എഴുതിയ കത്ത് എന്നുള്ളത് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. എന്നാൽ അതേ അന്തമാന്റെ ജയിലിൽ ഭീകരമർദ്ദനമേറ്റ് പീഡനം അനുഭവിച്ച് ജയിലിൽ കിടന്ന് കൊത്തിവെച്ച കല്ലിൽ ആ ജയിലിൽ കിടന്നവരുടെ പേരുണ്ട് സാർ. അതിൽ മഹാഭൂരിപക്ഷം പേരും കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് അഭിമാനത്തോടെ പറയാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് സാർ. മഹാവീർ സിംഗ് ആ ജയിലിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമായി പങ്കുകൊണ്ട് ആ ജയിലിൽ വെച്ച് രക്തസാക്ഷിയായ മഹാവീർ സിംഗ് കമ്മ്യൂണിസ്റ്റ് ആണെന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. അപ്പോ ന്യായമായി വരുത്തുന്ന കാര്യങ്ങളെ വളരെ ബോധപൂർവം സംസ്കരിക്കാനുള്ള ശ്രമം നടക്കുന്ന ഒരു കാലം കൂടിയാണ് എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യക്ക് ആദ്യമായി സ്വാതന്ത്ര്യം വേണമെന്നുള്ള പ്രമേയം അവതരിപ്പിച്ച മൗലാന ഹസ്രത് മൗലാനിയും സ്വാമി കുമാരന്ദ്രയും കമ്മ്യൂണിസ്റ്റ് ആണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്താൻ കൂടി വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ സാർ, ഇവിടെ ഇത്തരം വിഷയം ഉയർത്തുമ്പോൾ ആ വിഷയത്തെ മതവർഗീയമായി ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ആ വിഷയം ഉയർത്തുന്നവരുടെ പേര് നോക്കി ഒറ്റപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയാണ്. എങ്ങോട്ടാണ് സെക്യുലർ ഇന്ത്യ പോകുന്നത്? പേര് നോക്കിയാണോ സാർ നിലപാട് പറയേണ്ടത്? പേര് നോക്കിയാണോ സാർ അതിൽ വിഷയത്തെ തെരഞ്ഞെടുക്കേണ്ടത്? ഇവിടെ സഖാവ് കെ എൻ ബാലഗോപാൽ, സേവ്യർ ചിറ്റലപ്പള്ളി, മുഹമ്മദ് റിയാസ് മതനിരപേക്ഷ വിഷയത്തിൽ വിഷയം നോക്കിയാണോ സാർ നിലപാട് പറയേണ്ടത്? അങ്ങനെ നിലപാട് പറയുന്നവരുടെ കോലം കത്തിക്കാൻ വരെ ചിലർ തയ്യാറാകുന്നു. കോലമല്ല, സ്വന്തം ശരീരം കത്തിച്ചാലും നിലപാട് മാറ്റാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. അംശ അണ്ണൻ ഒന്ന് ആളാവാൻ നോക്കിയതാ കേട്ടോ. റിയാസ് സഖാവ് അടിച്ചങ്ങ് ഭിത്തി കയറ്റി.